മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സബ്മിർസിബിൾ മോട്ടറിൻ്റെ പാനൽ ബോർഡ് ഇല്ലാതെ നമുക്ക് എങ്ങനെ അതിൻ്റെ കണക്ഷൻ കൊടുക്കാമെന്നുള്ള വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു മോട്ടറിൻ്റെ കണക്ഷനാണ് നമ്മൾ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി കണക്ഷൻ കൊടുക്കുന്നത്. അപ്പം 7 ആമ്പിയർ എടുക്കുന്ന ഒരു സബ്മിർസിബിൾ മോട്ടറാണിപ്പോൾ ഇത്. അപ്പം ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ നമുക്ക് പാനൽ ബോർഡ് ഇല്ലാതെ ഡയറക്റ്റ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ മോട്ടറിൻ്റെ വയർ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ആ വയർ 3 വയറാണ് ഉണ്ടാവുക. ഒന്ന് RYB എന്ന ഒരു കളർ കോഡിലാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. പിന്നെ ഒരു കപ്പാസിറ്ററാണ് നമ്മളിതിൽ കണക്ട് ചെയ്യേണ്ടത്. ഒരു 40 MFTൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതാണ് നമ്മൾക്കിപ്പോൾ ഈ വൈൻഡിങ് വയറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു കട്ടർ എടുത്തിട്ട് ജസ്റ്റ് നമ്മളിതിൻ്റെ സ്ലീവ് 3 നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത്. കപ്പാസിറ്ററിൻ്റെ വയർ ഇച്ചിരി ലോങ് ആയിട്ട് നമ്മൾ സ്ലീവ് കളഞ്ഞെടുക്കുക. ഓക്കെ, ഇങ്ങനെ കളഞ്ഞ ശേഷം നമ്മൾ ഇതിൽ മോട്ടറിൽ നിന്ന് വരുന്ന 6 വയർ, റെഡ് വയറും കപ്പാസിറ്ററിൻ്റെ ഏതെങ്കിലും ഒരു വയറും തമ്മിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യുക. പിന്നെ നമ്മൾ കണക്ഷൻ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഇപ്പോൾ ഞാൻ 3 പിന്നിൽ ആണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു വയറുമായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് റെഡ് വയറും തമ്മിൽ നമ്മൾ പിരിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആ പിന്ന് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ സോക്കറ്റിൽ കുത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത്. പിന്നെ നമുക്ക് ടേപ്പ് അടിക്കാം. ഇനി കപ്പാസിറ്ററിൻ്റെ അടുത്ത വയർ എന്നുള്ളത് നമ്മൾ യെല്ലോ വയറാണ്. ആ യെല്ലോ കളർ കോഡിൽ നമ്മൾ കൊടുക്കുകയാണ്. കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ വയർ അതും നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്ന യെല്ലോ കളറിലേക്ക് നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ കൊടുക്കാനുള്ളത് ആകെ മോട്ടറിൽ നിന്ന് വരുന്ന ഒരു ബ്ലൂ കളറാണ്. ബ്ലൂ കളർ നമ്മുടെ ട്യൂബിൽ നിന്ന് വരുന്ന ആ ഒരു കളർ ന്യൂട്രലാക്കി നമ്മളങ്ങ് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണക്ഷൻ ഓക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ നോക്കുക, ട്യൂബിൽ നിന്ന് വരുന്ന വയർ നമ്മൾ റെഡിലൊന്ന് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കപ്പാസിറ്ററിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് വയർ അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ രണ്ടാമത് യെല്ലോ വയറാണ്. യെല്ലോ വയറിൽ നമ്മൾ കപ്പാസിറ്ററിൻ്റെ ലൈൻ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത് ന്യൂട്രൽ വരുന്ന ബ്ലൂ കളറാണ്, അത് നമ്മൾ ബ്ലൂ വയറിൽ കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കണക്ഷൻ. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിനായിട്ട് ഇപ്പോൾ സബ്മിർസിബിൾ മോട്ടർ വെക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു ടാങ്കിലൊക്കെയാണ് നമ്മൾ ബാരലിലേക്കാണ് അതിൽ വെള്ളം നിറക്കണം. ഓക്കെ, വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളം നിറച്ച ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മോട്ടർ ഇറക്കാം. അപ്പോൾ വെള്ളം ഏകദേശം പകുതിയായിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇറക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അത് മോട്ടർ ഇളകി പോകാണ്ടിരിക്കാൻ ഞാൻ അപ്പുറം ഇപ്പുറം ഒരു കയറിട്ടിട്ട് ബന്ധിച്ചിട്ടുണ്ട്. ഇല്ല, മോട്ടർ ചെറുതായിട്ടൊരു ചാടുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ബന്ധിച്ച് നമ്മുടെ ട്യൂബിനെ നമ്മുടെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കിയാൽ, അപ്പോൾ ട്യൂബിനെ നമ്മുടെ സോക്കറ്റിലേക്ക് ഇട്ടു. ഇനി സ്വിച്ച് ഓൺ ആക്കിയാൽ മോട്ടർ കറങ്ങണം. ഓക്കെ, അപ്പോൾ ഞാൻ കൈ പിടിച്ചേക്കാണ്, വെള്ളം തെറിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കൈ പിടിച്ച് ഞാൻ സ്വിച്ച് ഓൺ ആക്കാൻ പോവാണ്. മോട്ടർ വർക്കാവുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പാനൽ ബോർഡ്. ഓക്കെ, ഓണാക്കി നോക്കാം. ഉണ്ടോ, ശക്തിയായിട്ട് മോട്ടർ നല്ല പവർഫുള്ളായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. സൈഡിൽ തട്ടിയോണ്ടാണ് ഇങ്ങനെ പൂത്തിരി കത്തുന്ന പോലെ പോകുന്നത്, അതിൻ്റെ സൈഡിൽ തട്ടുന്നതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ
പാനൽ ബോർഡ് ഇല്ലാതെ നമ്മൾ കണക്ഷൻ ഡയറക്റ്റ് കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.